എന്റെ ഹൈറ്റില് തലവേദനയൊക്കെ എനിക്ക് ചെറിയ തലവേദനയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കുടിച്ച് ഇനിയിപ്പോ കുറച്ച് വെള്ളം കൂടി ഇനി കയ്യിലുള്ളു. വെള്ളം തീർന്ന് തന്നെ വാങ്ങിക്കാൻ ഇതിന്റെ അകത്തൊരു കട പോലും ഇല്ല. 10 ഡിഗ്രിയിലൊക്കെ ഇറങ്ങാൻ പോണേ. എന്റെ അമ്മേ, നമ്മുടെ വണ്ടി വീണ്ടും പണി കിട്ടി. നമ്മള് വാൾനട്ട് പൊട്ടി. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പൊട്ടിക്കാറ്റാണ്, നല്ല പൊട്ടിക്കാറ്റാണ്. നടക്കാൻ പറ്റുന്നില്ല. തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര തണുപ്പാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ ഇന്ത്യൻ ഈ വഴി പോകുമ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എല്ലാവരുടെ ഐഡീസ് വേണം. ഇതൊക്കെ എന്താ സാധനം, ഇതിനധികം വെയിറ്റ് ഇല്ലെന്നാണ് എഴുതിയേക്കുന്നത്. ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും. മറ്റേ ആ പട്ടാളക്കാരനെ ഇറക്കി വിട്ട് കണ്ടായിരുന്നില്ലേ നമ്മള് ട്രക്ക് ചെയ്യുന്ന മറ്റേ പൃഥ്വിരാജിന്റെ സിനിമയിലൊക്കെ കാണുമല്ലേ പോലെ ഏതോ ഒരു സ്ഥലത്ത് ബാഗൊക്കെ ആയിട്ട് ഇറക്കി വിട്ട്. ഇവിടെ ആവട്ടെ നമ്മുടെ പട്ടാളക്കാരെ അടക്കിയേക്കുന്നത് 500 എത്രയോ പേര് മരിച്ചാവട്ടെ. നോക്കിക്കാൻ സങ്കടം വരുന്നല്ലേ, എത്ര പേരാ ശരിക്കും മരിച്ചേ. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അത്യാവശ്യം എല്ലാവരും സാധനങ്ങളും കിട്ടും. റേറ്റ് ഒക്കെ അഫോർഡബിൾ ആണ്. ഓ മുട്ടിയില്ലെന്നും പറഞ്ഞോണ്ട് ഈ വണ്ടിയൊക്കെ എടുത്തോണ്ട് തന്നെ. ഈ പാലം എന്താ പണി നടക്കണേ? അതിന്റെ അപ്പുറത്തൊരു പാലത്തിൽ കൂടി നമുക്ക് പോകേണ്ടത്. നമുക്ക് രാജ്യം വിടാം. കല്ല് ചെത്തി വെറുതെ അടുക്കി വെച്ചവരുണ്ട് മേളില്. ഇതിന്റെ അകത്ത് വീണില്ലെങ്കിലേ അതിശയുള്ളൂ. ഇങ്ങനെ വീഴാതിരിക്കും കല്ല്. ഇത്ര നേരം ഓടിയ വഴികൾ പോലെ അല്ല ഇനി. കുറച്ച് ഹൈ റേഞ്ച് ഏരിയാസ് ആണ്. നമുക്ക് കുറച്ച് ഹൈ റേഞ്ച് ഓടിക്കാൻ. കാർഗിൽ ടൗൺ ആട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. നമ്മളിപ്പോ കേറി വന്നത് കാർഗിൽ ടൗണിന്റെ സൈഡിലുള്ള ലോറിനോട്ട്. കാർഗിൽ ടൗണിന്റെ നേരെ സൈഡിൽ കൂടി ഉള്ള ഹൈ റേഞ്ചിലോട്ടാണ് നമ്മൾ കയറി വന്നത്. കയറി വന്ന വഴിയാണിത് ഇതാ കാണുന്നത് കേട്ടാ. ഇതാണ്ട വീണ്ടും മുകളിലും ഫുള്ള് കല്ലുകൾ വെച്ചേക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റ് വിടാം. അപ്പോൾ ഒരു ഷീറ്റും കാര്യങ്ങളെല്ലാം പറന്നൊക്കെ പോകും. അത് അങ്ങനെ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി അത്രയും വലിയ കല്ലുകളൊക്കെ അവരിവിടെ വെച്ചേക്കണം. എങ്ങനെയുണ്ട് കുഞ്ഞ് ടൗണ്? അതെ, ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ അവരും വന്നു. അവർ കുറച്ച് ബാക്കിലായിരുന്നു. അവരുടെ വണ്ടി 1 ലക്ഷം ഓടിച്ചേട്ടോ. 1 ലക്ഷം കിലോമീറ്റർ ആയതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തേക്കണായിരുന്നു. അപ്പോൾ ഞങ്ങളും ഇനി അവരുടെ പുറകെ പിടിക്കട്ടെ. നമുക്ക് ലേ പിടിക്കണം. നമുക്ക് അത്യാവശ്യം സമയം ഓട്ടോ ഉണ്ട്. ഇത് നോക്കിയാൽ 4 മണിക്കൂർ 24 മിനിറ്റ് നമുക്ക് ഓട്ടോ ഉണ്ട്. എന്റെ അമ്മോ എന്തരാവോ എന്തോ. ഇന്നലെ 6:30 എത്തിയപ്പോ നമ്മള് മറ്റേ സോണമാർഗിന്റെ അവിടെ എത്തിയപ്പോ തന്നെ ദുഃഖത്തെ സീനായിരുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിലൊന്നും വേറെ സ്റ്റേ അടിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാവത്തില്ല. മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഒന്ന് ആലോചിച്ചു. മഞ്ഞുള്ള സമയത്താണ് ഇത് ഫുള്ള് മഞ്ഞുമലയായിരിക്കും. പിന്നെ ഈ റോഡൊക്കെ ക്ലോസ് ചെയ്യോട്ടാ. അതെ, നല്ല റോഡ് ഫുള്ള് BR റോഡ് വണ്ടി. അതേ നോക്കിയേ, ഇത് വണ്ടി കാണിച്ചു കൊടുത്തേ. ഇതൊക്കെ BR റോഡ് വണ്ടികളാട്ടാ. ഇവരാണ് ഈ റോഡൊക്കെ റെഡിയാക്കുന്ന ടീമുകൾ. ഞങ്ങള് ലേയിൽ എത്തുമ്പോഴത്തേക്ക് ഒരു നേരമാവും. 10 മണിയാവുമായിരിക്കും മിക്കവാറും. 10 മണിയാവുമായിരിക്കും. എന്റെ ഹൈറ്റില് തലവേദനയൊക്കെ എനിക്ക് ചെറിയ തലവേദനയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കുടിച്ച് ഇനിയിപ്പോ കുറച്ച് വെള്ളം കൂടി ഇനി കയ്യിലുള്ളു. അതെ, വെള്ളം തീർന്ന് തന്നെ വാങ്ങിക്കാൻ ഇതിന്റെ അകത്തൊരു കട പോലും ഇല്ല. ഇഷ്ടപ്പാടുണ്ട്. പണി പാണി കേറ്റം കേറി പോകുന്നത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 3500 ഫീറ്റ് കഴിഞ്ഞു നമ്മള്.
എന്റെ അമ്മേ, ഇനിയും 128 കിലോമീറ്റർ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേ നമ്മുടെ കാർട്ടൂണിലെ ഗെയിമിലൊക്കെ കളിക്കുന്ന വലിയ മലകൾ, കുറേ മലകൾ ഇങ്ങനെ താഴെ, നമ്മൾ താഴേന്ന് കണ്ട മലകളുടെ മേളിലെത്തി. നമ്മള് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട്, അതേപോലെ ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട്. ഫീലിംഗ് എത്ര 3820. അവിടെ ചന്ദ്രക്കല കണ്ടോ? ആ മേഘത്തിന്റെ അടിയിൽ ഒരു കുഞ്ഞു ലൈന്, മൂൺ കണ്ടോ? മൂൺ മൂൺ 10 ഡിഗ്രിയിലൊക്കെ ഇറങ്ങാൻ പോണേ. എന്റെ അമ്മേ, എന്താണ് ആ കാണുന്ന കാഴ്ച നോക്കി. താഴേന്ന് തടേന്ന് കേറി വന്നു. ഇപ്പൊ സമയം 7:15. ഭയങ്കര ഇരുട്ട്. 6 മണി കഴിഞ്ഞപ്പോ തന്നെ നല്ല ഇരുട്ടായിരുന്നു. ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല. വല്ലപ്പോഴും ഒരു വണ്ടി ഇതിലേക്ക് പോയാലേ. ഞങ്ങള് മാത്രം ഇങ്ങനെ ഈ വഴി കൂടി. ചെറിയ തലവേദന ഉണ്ട്. ലേത്താനിഞ്ഞ് 136 കിലോമീറ്ററും കൂടി ലേത്താനുണ്ട്. ഉഷാറൊക്കെ പോയാണ്ട. ഓൾട്ടിറ്റ്യൂഡ് പ്രശ്നം 11,000 സംതിങ് ഫീറ്റ് മുകളിൽ കയറി. റൂം നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല. ഫോണും ചേച്ചിക്ക് അവിടെയും കിട്ടുന്നില്ല, ഇവിടെയും കിട്ടുന്നില്ല റേഞ്ച്. അപ്പം ഇടയ്ക്ക് മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ. ആ സമയത്ത് റൂം നോക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്താട്ടെ അടിപൊളി. ഓൺലൈൻ നോക്കുമ്പോൾ ഇപ്പൊ ഫില്ല കാണിക്കുന്ന കുറെയൊക്കെ. മിക്കവാറും റേറ്റ് കൂടിയ പണി പോകണം. വണ്ടി കിടപ്പ് പോസിബിൾ അല്ല, കാരണം 9 ഡിഗ്രി ആയി. 9 ഡിഗ്രി ആയി. 10 ഡിഗ്രി ഇപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കണ വണ്ടിയുടെ അകത്തുള്ള AC വെച്ചിട്ടാ നമ്മൾ ഈ ഹീറ്റൊക്കെ വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. 12,000 ഫീറ്റ് മുകളിലാണ് ഞങ്ങളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത്. 12,000 ഫീറ്റ് മുകളിലാണ് ഇപ്പൊ നമ്മളുള്ളത് അല്ലേ? അവിടെ നിന്ന് പിന്നെയും കയറിക്കൊണ്ടിരിക്കണേ. ഫീലിംഗ് നോട്ട് ഗുഡ്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ വരും, ലോറികൾ കൂടുതൽ. വയറിനൊക്കെ എന്തോ ഭയങ്കര അസ്വസ്ഥത. ഗ്യാസ് കയറി നിൽക്കുന്ന പോലെ എന്തോ ഒരു ഛർദ്ദിക്കാൻ വരുന്ന തലവേദന എല്ലാം ഉണ്ട്. 7 ഡിഗ്രി 7 ഡിഗ്രി ആയിട്ട് ഇപ്പൊ 7 ഡിഗ്രി ആയി. ഗ്ലാസ്സിലൊക്കെ തൊട്ടേനെ. ഗ്ലാസ്സൊക്കെ ഐസാണ്, ഐസ് പൊട്ടിച്ചെടുക്കും. അവരവിടെ പോയി വളവാ അവിടെ മുമ്പിൽ പോകണ്ട. അത് അവരാണ്. ഇപ്പൊ ഇച്ചിരി കൂടെ വണ്ടി കണ്ടു തുടങ്ങി അല്ലേ? കുറച്ചും കൂടെ 130 കിലോമീറ്റർ കൂടെ ഉണ്ട്. 1 കിലോമീറ്റർ ഓടണ തന്നെ കുറെ സമയം അറിയുന്നുണ്ട്, നന്നായിട്ട് അറിയുന്നുണ്ട്. 2 മണിക്കൂർ 40 മിനിറ്റാ കാണിക്കുന്നത്. അത് വാസിനൊക്കെ പരട്ടിയിരിക്കണേ. ഒന്നും പറയണ്ട. ഞങ്ങള് ട്രിപ്പ് ഇറങ്ങിയിട്ട് ഏറ്റവും കുഴപ്പം പിടിച്ചതായിട്ട് തോന്നുന്നത് നമുക്ക് ബോഡി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു ടൗണൊക്കെ കാണും. ഞങ്ങളേ ഇന്നെത്തും തോന്നുന്നില്ല, കാരണം ഈ ഒരു വഴി കൂടെ 115 കിലോമീറ്റർ കൂടി ഓടിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഇത് നോക്കി, ഗ്രീൻലാൻഡ് ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. റൂം എല്ലാം കിട്ടുവാണെങ്കിൽ രക്ഷപ്പെടും. കാരണം ഇവിടെയൊക്കെ ഉള്ള എല്ലാ റൂമും ഫില്ലാന്നാ പറഞ്ഞത്. 11,893 ഫീറ്റിന്റെ പൊക്കത്താണ് നമ്മളുള്ളത്. ഇതുണ്ടോ? പിന്നെ എങ്ങനെ വയ്യായി വരാതിരിക്കാനാ? സംസാരിക്കാൻ തോന്നണില്ല, പറ്റണില്ല സത്യം. അതെ. ചേട്ടാന്റെ വണ്ടി വീണ്ടും പണി പാളി. ഇവിടെ വെച്ച് ഓഫായി, സ്റ്റാർട്ടാവുന്നില്ല. നമുക്കൊന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ നോക്കണം. ഇവിടെ വെച്ചെങ്ങാനും തള്ളി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ തത്തു. ഓണാവുന്നില്ല. നമ്മുടെ വണ്ടി വീണ്ടും പണി കിട്ടി. അപ്പം നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ എടുക്കാൻ പോയി. ഇവിടെ പൊടി ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വണ്ടി ഓഫായി. ഇനി പൊടിയുടെ സ്ഥലത്ത് തന്നെ കിടക്കാം. കൂട്ടോ എന്ത് വെച്ചിടാ? നമുക്കിനി ലേയിലേക്ക് ഒരു 100 കിലോമീറ്ററും കൂടെ ഉണ്ട്. അതിനിടക്ക് നമ്മൾ സ്റ്റേ എടുത്തു. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ നൂഡിൽസ് പറഞ്ഞു. അത് ഉപ്പില്ലാത്ത നൂഡിൽസ്, ഉപ്പില്ലാത്ത മുട്ട, ഉപ്പില്ലാത്ത മൊമോസ്, ഒടുക്കത്തെരിവെള്ള ഒരു ചമ്മന്തി. അൺസൈക്കബിളാണ്.
കുഴപ്പമില്ല, കിട്ടറുകൊണ്ട് കഴിച്ച് ഇവിടെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകാം. അളിയൻ്റെ വണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബാറ്ററി ഷോപ്പ് ഉണ്ടാകുന്ന നോക്കണം. എത്രത്തോളം നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കൽ പോസിബിൾ ആയിക്കൊന്നും അറിയില്ല, കാരണം ഇവിടെ ഹൈ റേഞ്ചാണിത്. ഒരു വളവിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. കറക്റ്റ് ഇവിടെ വന്നപ്പോൾ അളിയൻ വണ്ടി ഓഫ് ആയി കളഞ്ഞു. ഞാൻ എങ്ങും വണ്ടി ഓഫ് ചെയ്യാറില്ല കേട്ടാ, കാരണം ഇത്ര ഓടി തന്നെ അല്ലേ, ഓഫ് ചെയ്യില്ല. അതല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം.